H-1B വിസ അപേക്ഷകൾക്ക് പ്രതിവർഷം $1,00,000 അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഈ നീക്കം H-1B വിസയുടെ പ്രധാന ഗുണഭോക്താക്കൾക്കായ ഇന്ത്യൻ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാനും അതിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഈ നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H-1B വിസ. തീർച്ചയായും ഇത് ഇന്ത്യക്ക് മേളിലുള്ള വലിയൊരു കനത്ത പ്രഹരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം ഇന്ത്യൻ IT മേഖലയെ അത് ചെറിയ കമ്പനി ആണെങ്കിലും വലിയ കമ്പനി ആണെങ്കിലും വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മുമ്പ് വരെയുള്ള ഫീസ് $750 അല്ലെ $3000 ഒക്കെ അങ്ങനെയുള്ള തോതിലായിരുന്നു ഈ ഫീസ് എങ്കിൽ ആ ഫീസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ മുകളിലേക്കാണ് ഈ 100,000 അതായത് $1,00,000 കൂടെ അധിക ഫീസ് ചുമത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പ്രൊജക്ട് 25ന്റെ പാർട്ടായിട്ട് ചില സംശയങ്ങളും ചില രേഖകളും ഒക്കെ പുറത്തു വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ഏകദേശം 1990-ലാണ് ഒരു ഇമിഗ്രേഷൻ റിഫോമിന്റെ പാർട്ടായിട്ട് ഈ H-1B വിസ ഇവിടെ വന്നത്. അമേരിക്കയിലേക്ക് കുടിയേറുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു വിസയാണ് H-1B വിസ. അത് 3 വർഷത്തേക്കാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്, പിന്നീട് 3 വർഷത്തേക്ക് അഡീഷണൽ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം L1, B1 അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5 മില്യൺ ആൾക്കാരാണ് ഇന്ത്യക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അമേരിക്കയിൽ വന്നതിന്റെ ഒരു മെയിൻ സോഴ്സ് H-1B ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയുള്ള ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 100,000 അധിക ഫീ കൊടുത്തുകൊണ്ട് എംപ്ലോയേഴ്സിന് ഇവിടെ ഒരു തടയിടുക എന്നുള്ളതാണ്. അവിടെ നിന്ന് കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ജോലിക്ക് കയറ്റാതിരിക്കുക എന്നുള്ള ഒരു പോളിസിയുടെ പാർട്ടായിട്ടാണ് ഈ ഒരു സമഗ്രമായ ഇമിഗ്രേഷന്റെ നയത്തിന്റെ പാർട്ടായിട്ടാണ് ഈ ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 2024 ഭരണത്തിൽ വന്നപ്പോൾ ഇലോൺ മസ്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്കാരനായ വിവേക് രാമസ്വാമി പോലുള്ള ഒത്തിരി അഡ്വൈസേഴ്സ് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോഴത്തെ ഈ മുഖ്യധാര അഡ്വൈസേഴ്സ് റോളിൽ ഇല്ല എന്നുള്ളതോടെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അവരൊക്കെ ഈ H-1B പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈവൻ ട്രംപ് പോലും പല അവസരത്തിലും H-1B വിസയുടെ പ്രോഗ്രാമിനെ എൻഹാൻസ് ചെയ്തതിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഏതായാലും അവർ സ്ക്വയർ ബാക്ക് ചെയ്ത് തിരിച്ചു പോയിട്ട് ഈ പ്രൊജക്ട് 25ന്റെ പാർട്ടായിട്ടുള്ള ഇമിഗ്രേഷന്റെ നയങ്ങൾക്ക് ഇന്ത്യക്ക് പ്രതികൂലമായിട്ട്, പ്രത്യേകിച്ചും H-1Bക്ക് പ്രതികൂലമായിട്ടാണ്. കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 65,000 വിസയാണ് ഇഷ്യൂ ചെയ്യുന്നത്. 20,000 വിസ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാർക്കും അങ്ങനെ ടോട്ടൽ 85,000 വിസ ആണ് ഒരു വർഷം ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ഏകദേശം 1/5 ഇന്ത്യക്കാരാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഇവിടെ വരുന്നതിൽ 5 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരാള് IT മേഖലയിൽ നിന്നുള്ളത് ഇന്ത്യക്കാരായിരുന്നു. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്. ഏതായാലും ഇന്ത്യക്ക് ഇത് ചെറിയ IT കമ്പനികൾക്കും അതോടൊപ്പം വലിയ IT കമ്പനികൾക്കും IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സഭേതര ജോലി ഉള്ളവർക്കും ഒരു പ്രത്യാഘാതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.